ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്യാപ്പച്ചിനോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഫി മെഷീനൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നോക്കാം. ഞാനിവിടെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ. അതായത് കോഫിയും പഞ്ചസാരയുടെ അളവും തുല്യമായിട്ടിരിക്കണം, അത്രയും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്, അതേപോലെ പാല്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോഫിയുടെ മിക്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഒരു കപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കോഫി പൗഡറും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ വെച്ചാണ് കേട്ടോ രണ്ടും എടുത്തിരിക്കുന്നത്, പഞ്ചസാരയും അതേപോലെ തന്നെ കോഫി പൗഡറും. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തിക്നെസ്സിൽ ആ ക്രീമി ആയിട്ട് അധികം വെള്ളം പോലെ ഇരിക്കും നമ്മുടെ മിക്സ്ചർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോഫിയുടെ മിക്സ് ഇത് ഇത്രയും തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടി മിക്സ് ആവാനുണ്ട്. അപ്പോൾ അത് ഇച്ചിരി അടിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ അര ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരുവ എത്തുമ്പോൾ നമ്മുടെ ക്രീം റെഡി ആയെന്നാണ് അർത്ഥം. അതായത് ഇതേപോലെ നല്ല ലൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എത്ര സമയം നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമോ നല്ല പോലെ അത്രയും ക്രീമിയായിട്ട് നമുക്കിത് കിട്ടും. ഇനി കോഫിക്ക് ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള പാടയും ആ പതയൊക്കെ മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ക്രീം അടിച്ച് വരുമ്പോൾ അതിലിങ്ങനെ പഞ്ചസാരയുടെ തരികളൊക്കെ കാണും, അത് കണ്ട് പേടിക്കേണ്ട. അത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് മെൽറ്റായി കിട്ടും. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു മീഡിയം മധുരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ നമ്മൾ മിക്സ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പതയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര നേരം നമ്മൾ ഈ കോഫിയുടെ മിക്സ് നല്ല പോലെ സ്പീഡിൽ അടിക്കാൻ പറ്റുമോ അത്രയും നേരം നമ്മൾ അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ല ക്രീമി ആയിട്ട് നമുക്ക് ആ മിക്സ് റെഡിയായി കിട്ടും. ഇതൊന്ന് പതുക്കെ നമ്മുടെ കോഫി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ കുറച്ചും കൂടി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാപ്ച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്